ഇനി ലേണിംഗ് എക്സ്പീരിയൻസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടി ഫ്രണ്ടിലോട്ട് പോകണം. കുറച്ചുകൂടി സോഫ്റ്റ്വെയറിൽ നിന്ന് ഹാർഡ്വെയറിലോട്ട് പോകണം. നമ്മൾ ഓൾമോസ്റ്റ് 1 ഇയർ മുമ്പ് ആയിട്ട് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 1 വർഷമായിട്ട് ഈ ലാപ്ടോപ്പിന് പുറകെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ലാപ്ടോപ്പും സെയിം പ്രൈസ് റേഞ്ചിൽ വരുന്ന വേറെ ലാപ്ടോപ്പും ആണ് നമ്മൾ ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ 2 ലാപ്ടോപ്പ് ഉണ്ട് നമുക്ക്. അവോദിൻ്റെ ലാപ്ടോപ്പും ഒരു ലാപ്ടോപ്പും കൂടി ഉണ്ട്. ഞാനത് എക്സ്പോർട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് രണ്ടെണ്ണത്തിനകത്ത് അതിൻ്റെ തറോ ഔട്ട്പുട്ട് കാണാം. ഓൾറെഡി അവോദ ലാപ്ടോപ്പിനകത്ത് നമുക്ക് ഇപ്പോൾ ഔട്ട് ഓൾറെഡി വന്നിട്ടുണ്ട്. നമ്മുടെ റെൻഡറിങ് കഴിഞ്ഞിട്ടുണ്ട്. മറ്റേതിനകത്ത് ഇപ്പോഴും അത് വലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിമിലർലി നമ്മുടെ ആ ടാസ്കിന്റെ CPU യൂട്ടിലൈസേഷൻ കാണാം. അവോദ ലാപ്ടോപ്പിൽ ആ ഗ്രാഫ് ഏറ്റവും ഡൗൺ ലെവലിലാണ് ഇരിക്കുന്നത് ഇപ്പോഴും CPU യൂട്ടിലൈസേഷനിൽ. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് അവോദയുടെ ഓഫ്ലൈൻ സെന്ററിലാണ്. നമ്മളിവിടെ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവോദയുടെ ഏറ്റവും പുതിയ പ്രൊഡക്റ്റ് ആയിട്ടുള്ള A1 സീരീസ് ലാപ്ടോപ്പ് നമ്മൾ UX സ്റ്റുഡൻസിനാണെങ്കിലും ഗ്രാഫിക് ഡിസൈൻ സ്റ്റുഡൻസിന് യൂസ് ചെയ്തിട്ട് അവരുടെ യൂസർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഈ ടൈമിൽ ഇപ്പോൾ കുറച്ച് സ്റ്റുഡൻസിനെയാണ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും അവരുടെ അടുത്ത് അവരുടെ എക്സ്പീരിയൻസ് ഒന്ന് ചോദിച്ചറിയാം. ഓക്കെ, എൻ്റെ പേര് അഭിനവ്. ഞാനിവിടെ UX ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവോദയിലാണ്. ഇതിനിടയിൽ അവോദ ഇൻട്രൊഡ്യൂസ് ചെയ്ത A1 സീരീസ് എന്ന ലാപ്ടോപ്പാണ് ഞാനിപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രാഫിക്സ് ആയിട്ട് നോക്കുകയാണെങ്കിലും യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര രീതിയിലുള്ള ബെറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഇതിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ അഡോബ് പ്രീമിയർ യൂസ് ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ റെൻഡറിങ് സ്പീഡ് എന്ന് പറയുന്നത് വളരെയധികം സ്പീഡിലാണ് ഇത് റെൻഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ GTA 5 പോലെയുള്ള ഗെയിമിംഗ് ഉപയോഗിക്കുമ്പോഴാണെങ്കിൽ യൂസ് ചെയ്യുമ്പോൾ ഒരു ബെറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ ലാപ്പിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ലാപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ലാപ്പിനെക്കാട്ടും ബെറ്ററാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്ത് നോക്കിയ ലാപ്പ്. എന്തുകൊണ്ടും റെൻഡറിങ്ങും ഗെയിമിംഗ് ആണെങ്കിൽ പോലും എല്ലാം സ്മൂത്താണ്. എൻ്റെ പേര് ഗോകുൽ. ഇവിടെ അവോദയിൽ UX സ്റ്റുഡൻ്റാണ്. ലാപ്പിൽ BigMSD റൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. 45ഓളം പേജുള്ള പ്രോജക്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല, സ്മൂത്തായിട്ടാണ് വർക്ക് ചെയ്തത്. ഞാനിത് ഈ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കി. അങ്ങനെ വലിയ ഹീറ്റിംഗ് ഇഷ്യൂ പ്രശ്നങ്ങളൊന്നുമില്ല, ലാഗില്ല, സ്മൂത്തായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. ഹായ്, എൻ്റെ പേര് ഫർസിൽ. ഞാൻ അവോദയിൽ ഗ്രാഫിക് ഡിസൈൻ ആൻഡ് വീഡിയോ എഡിറ്റിംഗ് എന്ന കോഴ്സാണ് പഠിക്കുന്നത്. അവോദയുടെ A1 സീരീസിലുള്ള ലാപ്പ് ഞാൻ യൂസ് ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. GTA 5 ഞാൻ കളിച്ചു നോക്കി. ഫുൾ ഗ്രാഫിക്സ് തന്നെ കളിച്ചു. മറ്റുള്ള ലാപ്പ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. മൊത്തത്തിൽ നോക്കുമ്പോൾ അടിപൊളിയാണ്.